ഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട്, ദി ഫസ്റ്റ് പെഗ് ഈസ് ദി മോസ്റ്റ് ഡേഞ്ചറസ് പെഗ്. അത് ഒഴിവാക്കാൻ പറയണം. ദി ഫസ്റ്റ് പഫ് ഈസ് ദി മോസ്റ്റ് ഡേഞ്ചറസ് പഫ്. മനസ്സിലായില്ലേ? ആദ്യത്തെ പുകയും ആദ്യത്തെ പെഗും ഒഴിവാക്കാൻ കുട്ടികളോട് പറയാം. നിങ്ങളുടെ വീട് സ്വപ്നങ്ങൾ അലങ്കരിക്കും, നമ്മുടെ വീടു കണ്ട് സ്വർഗം നാണിക്കുന്നു എന്ന പാട്ടില്ലേ? ആ സ്വർഗം നാണിക്കുന്ന വീടും സ്നേഹവും കവിതയും പാട്ടും ജീവിതവുമാണ് ലഹരി. ജീവിതമാണ് ലഹരി എന്ന ബോധ്യം നമ്മുടെ കുട്ടികൾക്കുണ്ടാക്കണം. ആദ്യത്തെ പെഗുണ്ടല്ലോ, ഒരിക്കേ കുടിക്കൂ, പിന്നെ കുടിക്കൂല എന്ന് പറഞ്ഞാൽ നിർത്താനാവില്ല. അതാണ് ഏറ്റവും ആപത്ത്. അതുകൊണ്ട് കുട്ടികളോട് പറയുക, ആദ്യത്തെ പെഗ് കമ്പനി കുടിക്കോ, എന്തും കുടിക്കോ, പക്ഷേ ആദ്യം കുടിക്കുന്ന പെഗ് കുടിക്കരുത്. ആദ്യത്തെ കുടിക്കാണ്ട് രണ്ടാമത്തെ ആദ്യം കുടിക്കാനാവില്ലല്ലോ. മദ്യപാനം ലഹരിയിലേക്ക് കയറിയ പിന്നെ അതിൽ നിന്ന് പുറത്ത് കടക്കൽ എളുപ്പമല്ല. അതിന് ഒരുപാട് കഷ്ടപ്പാട്. ഒരാവേശത്തിന് കണ്ടു തുള്ളിയാൽ വേറൊരാവേശത്തിന് കെട്ടുന്ന് കയറാനാവില്ല എന്നൊരു നാടൻ ചൊല്ലില്ലേ? അതുപോലെയാണ് കിണറ്റ് തുള്ളിയ പോലെയാ. ഇതിൽ നിന്ന് പിന്നെ രക്ഷപ്പെടുക പ്രയാസമായിരിക്കും. പിന്നെ അതിൽ നിന്ന് തന്നെ വെള്ളം കുടിച്ച്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ദാമോദരൻ മാഷ്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ചക്കരക്കൽ സർക്കിൾ ഇൻസ്പെക്ടർ ആസാദ് സാർ, ഇവിടെ വേദിയിലിരിക്കുന്ന ലൈബ്രറി കൗൺസിലിൻ്റെ ചന്ദ്രേട്ടൻ, രവിയേട്ടൻ, സ്വാഗത പ്രസംഗം നടത്തിയ മാഷ്, കലാപരിപാടികൾ അവതരിപ്പിച്ച, നാടകം അവതരിപ്പിച്ച കലാകാരൻ, ഇവിടെ ഹരിതകർമ്മസേനയുടെ ആദരവേറ്റുവാങ്ങിയ ബഹുമാന്യരായ സന്നദ്ധ പ്രവർത്തകരെ, നാട്ടുകാരെ, നെസ്റ്റ് ലൈബ്രറിയുടെ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. മഴ എന്തായാലും പെയ്യും. നേരത്തെ ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചപ്പോൾ ആടെ ഉഗ്രം മഴ പെയ്തുകൊണ്ടിരിക്കുക. എത്ര പേർ കൊടയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് കൊടയെടുത്ത് ആരും കൊണ്ടൊന്ന് കൈവെക്കും. 4 ആളാ കൊടയെടുത്ത്. എനിക്ക് പറയാനുള്ള ഈ വിഷയത്തിൻ്റെ കാര്യം അതാണ്. ലാഭം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തുന്ന എന്ത് വ്യാപാരവും എന്ത് ബിസിനസ്സും നടത്താൻ തയ്യാറാവുന്ന മനുഷ്യർ ഈ പുതിയ കാലഘട്ടത്തിൽ എന്തായാലും ഉണ്ടാവും. ലാഭം കിട്ടുമെങ്കിൽ കുരിപ്പിൻ്റെ കട്ട ബുക്കുക വരും. മനസ്സിലായോ? അതിൻ്റെ പെരുമഴ പെയ്യുമ്പോൾ ആകാശത്ത് പന്തലിട്ടിട്ട് ഈ മഴയെ തടയാൻ പറ്റുമോ? ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നമ്മൾ കൊട ചൂടുക. ഇപ്പൊ ഇവിടെ നമ്മളെ കുറെ തന്ത വൈബുമാരുടെ പ്രധാനപ്പെട്ട പണി ചെറുപ്പക്കാരെ മുഴുവൻ കുറ്റം പറയല. നിങ്ങളെ വീട്ടിൽ ഏതെങ്കിലും ചെറുപ്പക്കാരൻ അച്ഛനും അമ്മേനെയും കൊല്ലാൻ പോയോ? മദ്യപിക്കാനും ലഹരി കുടിക്കാനും പോയോ? ഇല്ലല്ലോ. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാ ഈ മൊത്തം ആളെയും കുറ്റം പറയാം? ലഹരിയുടെ അടിമകളാവുന്നതും ലഹരി വിൽപ്പന നടത്തുന്നതും 0.001% ചെറുപ്പക്കാർ പോലും ഇല്ല. അറിയോ? 0.001% ചെറുപ്പക്കാർ പോലും ലഹരിയുടെ അടിമകളോ ലഹരിയുടെ വാഹകരോ ലഹരിയുടെ ബിസിനസ്സുകാരോ അല്ല. എന്ന് പറഞ്ഞാൽ 99.999% കുട്ടികളും നല്ല കുട്ടികളാ. അപൂർവം ചില സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ പേരിൽ അത് സ്വാഭാവികമായി ഉണ്ടാകും. അപൂർവം ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളും 100% കറക്റ്റ് ആവുമോ? ചില കുട്ടികൾ ഭിന്നശേഷിക്കാരാവും. ചില കുട്ടികൾക്ക് മാനസികമായ പരിമിതികൾ ഉണ്ടാകും. അതൊരു പ്രകൃതിയുടെ നിയമമാണല്ലേ. നമ്മൾ നട്ട എല്ലാ ചെടിയുമേലും കായ് ഉണ്ടാവില്ലല്ലോ. ചില ചെടികൾ കൊരണ പിടിച്ചു പോകും. അത് സ്വാഭാവികമാണ്, അത് സമൂഹത്തിലുണ്ടാവും. പക്ഷെ ഏതെങ്കിലും ഒരു ചെടി കൊരണ പിടിച്ചു പോയാൽ മൊത്തം ചെടികളും വെട്ടി നശിപ്പിക്കാമോ? ഇല്ല. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് നടക്കുന്നതാ, എല്ലാം പോക്കാ. അപ്പൊ നല്ല ചെറുപ്പക്കാർ വിചാരിക്കും നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും നാട്ടുകാരുടെ മുന്നിൽ ഇവൻ ലഹരിയുടെ ആളാണെന്നുള്ള സംശയമാണ്. പിന്നെ നമ്മൾ എന്തിനായി നന്നാവുന്നേ? അതുകൊണ്ട് ആദ്യം അതങ്ങ് നിർത്തണം. ചെറുപ്പക്കാർ മൊത്തം പോക്കാണെന്നുള്ള സങ്കല്പമില്ലേ,
അതങ്ങ് നിർത്തണം. ഈ ലഹരിക്ക് അടിമയാകുന്ന കുട്ടികൾ തോന്നിയവാസികളല്ല എന്ന് നിങ്ങൾ അറിയുക. പിന്നെ എന്താ? മാനസിക രോഗികളാണ്. അവർക്ക് നല്ലതേത് മോശമേതെന്ന് തിരിച്ചറിയാത്ത പ്രായത്തിൽ അവരറിയാതെ അവരുടെ ഉള്ളിൽ ആരോ ലാഭം കാണുന്നവരെത്തിച്ചു കൊടുത്ത ആ ലഹരിയുടെ പ്രചോദനം തുടർന്ന് പോകാതിരിക്കാൻ നമ്മൾ അവരെ ചേർത്ത് പിടിക്കണം. രോഗികളെ അടിച്ചുകൊണ്ട് രോഗം മാറുമോ? പണ്ട് കുഷ്ഠരോഗികളുടെ മേലെ ചൂടുവെള്ളം ഒഴിച്ച കാലമുണ്ടായിരുന്നു. രോഗികളെ കല്ലെറിഞ്ഞ് ഓടിച്ച കാലമുണ്ടായിരുന്നു. ആ കാലത്താണ് അശ്വമേധം എന്ന് പറയുന്ന ഒരു നാടകം ഇറങ്ങിയത്, KPSCയുടെ. ആ നാടകത്തിൽ കുഷ്ഠരോഗബാധിതയായി വിവാഹം മുടങ്ങിപ്പോയ ഒരു കഥാപാത്രമുണ്ട്, കേട്ടിട്ടുണ്ടോ? സുമം എന്നാണ് കഥാപാത്രം. ആ കഥാപാത്രം ആശുപത്രിയിൽ പോയി കിടന്നപ്പോൾ ഡോക്ടർ ഇവരോട് ക്രൂരമായി പെരുമാറുമ്പോൾ ആ രോഗി ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാർ, രോഗം ഒരു കുറ്റമാണോ എന്ന്. രോഗം വന്നവരെ കുറ്റവാളികളെ പോലെ പരിഗണിക്കരുത്. അങ്ങനെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അവാർഡ് ആ നാടകത്തിന് കിട്ടിയത്. ആ ചോദ്യം ഒരു ഇന്റർനാഷണൽ ചോദ്യമായിരുന്നു. രോഗം വന്നവരെ ചികിത്സിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അടിച്ചോടിക്കുകയല്ല, കുറ്റപ്പെടുത്തുകയല്ല. നമ്മുടെ കുട്ടികൾ അവരറിയാതെ രോഗത്തിനടിമയായി പോയിട്ടുണ്ടാകാം. അവരെ ചേർത്ത് പിടിക്കണം, അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. തെറി പറഞ്ഞതുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവരെ ചേർത്ത് പിടിക്കുക. ലഹരിക്ക് അടിമയായാൽ അത് കുട്ടികൾ മാത്രമല്ല, ഇപ്പൊ കേൾക്കുന്ന തന്ന വൈബുമാര് പറയുന്ന കേൾക്കും വിചാരിക്കും കുട്ടികളെ മാത്രമേ ലഹരി അടിക്കുന്നുള്ളൂ. എത്ര പണ്ടെല്ലാം പട്ടയും ഊളച്ച ചാരായവും അടിച്ചിട്ട് റോഡരികിൽ കിടന്നിട്ട് ഛർദിച്ചിട്ട് അതിൽ മൊത്തിയും കുത്തി വീണിട്ട് അതും കണ്ട് അത് കണ്ടിട്ട് മദ്യപാന ശീലത്തിലേക്ക് കടന്ന ഒരൊറ്റ കുട്ടി ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് മദ്യപിക്കുന്നവരെ കണ്ടിട്ട് മദ്യപാനത്തിലേക്ക് കടന്ന ഒരൊറ്റ കുടുംബത്തിലെ കുട്ടികളും ഉണ്ടാവില്ല. കാരണം അത് കണ്ടിട്ട് ഇതുപോലെ ഞാനാവില്ല എന്ന് പറയായിരുന്നു. എന്നാൽ പകൽമാന്യന്മാരായി നടക്കുന്ന കുറെ ആളുണ്ട്. ഞായറാഴ്ചകളിൽ ഒത്തുചേർന്ന് അടിക്കുന്നവർ, വെള്ളിയാഴ്ചകളിൽ അടിക്കുന്നവർ, ശനിയാഴ്ചകളിൽ അടിക്കുന്നവർ. ഒരു പെഗ് നല്ലതാ, എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നോക്കണം. ഓന്റെ കക്കൂസിൽ നിന്ന് മലമ്പാരി ടേസ്റ്റ് നോക്കുന്നുണ്ടോ? ഈ മാന്യന്മാരാണ് നമ്മുടെ കുട്ടികളെ വഷളാക്കുന്നതെന്നുള്ള സത്യം നിങ്ങൾ അറിയണം. ഏത് വീട്ടിൽ നിന്ന് ഞായറാഴ്ചകളിൽ അത് മാഷന്മാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഏത് ഡീസന്റ് മദ്യപാനികൾ, ഡീസന്റ് നല്ല ഷർട്ടിട്ടാൽ കുടിക്കുന്ന മദ്യം നല്ല ഡീസന്റ്. നമ്മളെ ഹരിശ്രീ അശോകൻ പറഞ്ഞ പോലെ നമ്മളിട്ട ട്രൗസർ ഓനിട്ട ബർമൂഡാണ്. പാവപ്പെട്ടവൻ അടിച്ചാൽ ഓൻ വെള്ളം അടിക്കുന്നവൻ മദ്യപാനി. മറ്റേ കൂടെ അടിച്ചാലോ അത് സോഷ്യൽ ലൂബ്രിക്കന്റ്. ഈ സോഷ്യൽ ലൂബ്രിക്കന്റ് ആണെന്ന് പറഞ്ഞിട്ട് അല്പം പെഗടിക്കുന്ന ടീമുണ്ടല്ലോ, അവരാണ് നമ്മുടെ കുട്ടികളെ ലഹരി ഒരു കുറ്റമല്ല എന്ന സങ്കല്പം നാട്ടിലുണ്ടാക്കുന്നത്. നിങ്ങൾ അറിയണം. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരെ കുറ്റം പറയുന്ന ആ ജന്തുക്കളാണ് ഈ സമൂഹത്തെ നശിപ്പിക്കുന്ന. ആര്? ഈ ഞായറാഴ്ച ഒത്തുകൂടി അടിക്കുന്ന ടീമില്ലേ, അവരെയാണ് ആദ്യം നിങ്ങൾ പ്രതിരോധിക്കേണ്ടത്. ആ ചെരിച്ചു കൊടുക്കുന്ന ചില ഭാര്യമാരുണ്ട്, ചെരിച്ചു കൊടുക്കുന്ന കുപ്പിയും അച്ചാറെല്ലാം കൊണ്ടു കൊടുക്കുന്ന ഭാര്യമാരുണ്ട്. അവരെയാണ് ആദ്യം തടയേണ്ടത്. എന്നിട്ട് മതി നിങ്ങൾ ചെറുപ്പക്കാർക്കെതിരെ കുറ്റം പറയാൻ. നമ്മുടെ കുട്ടികൾ പക്വതയില്ലാത്ത കാലത്ത് അവരുടെ ശരീരത്തിൽ അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ശാരീരികമായ ഹോർമോണുകളുടെ ശക്തി വർദ്ധിക്കുക. ഇപ്പൊ പുതിയ അടുത്ത കാലത്ത് കുട്ടികളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ചാഞ്ചല്യത്തിന്റെ പ്രശ്നം എന്താണെന്നറിയോ നിങ്ങൾ? മനഃശാസ്ത്രപരമായി ഇതിനെ നേരിടണം. കാരണം 1000 പ്രസംഗം കേട്ടിട്ടൊന്നും കാര്യമില്ല. ഈ പ്രസംഗം, ഇവിടെ നടക്കുന്ന പരിപാടി കാണേണ്ടതായ ഒരൊറ്റ ഒരുത്തനിട വന്നിട്ടില്ല. പിന്നെ ഇവിടെ വന്നവർക്ക് ആർക്കും ഇതിന്റെ ആവശ്യമില്ല താനും. മനസ്സിലായോ? പണ്ടൊരു മാഷ് പറഞ്ഞിരുന്നു,
ഇന്ന് ആബ്സെന്റ് ആയ കുട്ടികളല്ല സ്റ്റാൻഡപ്പ്. ഇന്ന് ആബ്സെന്റ് ആയ കുട്ടികളല്ല സ്റ്റാൻഡപ്പ്. ആബ്സെന്റ് ആയ കുട്ടികൾ സ്റ്റാൻഡപ്പ് ആവുമോ? അതുപോലെ ഇതാരാണോ കേൾക്കേണ്ടത് അവരൊന്നും കേൾക്കുന്നില്ല. മദ്യത്തിനെതിരെയുള്ള ഒരു പ്രസംഗം മദ്യപാനി കേൾക്കുന്ന ഞാൻ ഒരൊറ്റ സ്ഥലത്തെ കണ്ടിട്ടുണ്ട്. അത് മനസ്സിനക്കരെ എന്ന് പറഞ്ഞൊരു സിനിമയിൽ വെള്ളം അടിച്ചിട്ട് ഇന്നസെന്റ് മുന്നിലിരുന്നിട്ട് കേൾക്കുന്നുണ്ട്. അതാ ഞാൻ ആകെ കണ്ടത്. ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ജ്ഞാനപീഠ അവാർഡ് കിട്ടിയ നോവലാണ് നമ്മുടെ എസ്.കെ. പൊറ്റക്കാട്. അതിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കള്ളുഷാപ്പ് പിക്കറ്റിങ് സമരം നടക്കുക. അപ്പൊ നാട്ടിലെ പ്രമുഖനായ മദ്യപാനിയാണ് ബസ്ര കുഞ്ഞാപ്പു. ബസ്ര കുഞ്ഞാപ്പു വെള്ളടിക്കുന്ന കുഞ്ഞാപ്പു ഒരു ദിവസം ഗാന്ധി തൊപ്പിയിട്ട് കതറുവിട്ടിട്ട് സമരപ്പന്തലിൽ പോയി ഇരുന്നപ്പം ഭയങ്കര സംഭവമായത്. കുഞ്ഞാപ്പു ഇങ്ങനെ ഇരിക്കുമ്പോ കുഞ്ഞാപ്പുവിന്റെ മദ്യപാന സുഹൃത്തുക്കൾ അതാ ഇളനീര് കൊണ്ട് കൊടുക്കുന്നു. കുഞ്ഞാപ്പു ഇളനീര് കുടിക്കുന്നു. അതിന്റെ ഇടയിൽ കള്ള് ഷാപ്പിന്റെ മുതലാളി തലേ ദിവസത്തെ കള്ളിന്റെ ഭരണി മട്ട അടിഞ്ഞിരിക്കുന്ന ഭരണി ഉണ്ടല്ലോ, ഈ കള്ളിന്റെ മട്ട അടിച്ചിട്ടുണ്ടോ, അതപ്പാട് കുഞ്ഞാപ്പുവിന്റെ തലയിലോട്ട് കമത്തി കൊടുത്തു. സാധാരണയാണ് കുഞ്ഞാപ്പു ആടുന്നത് തിരിച്ചപ്പടിക്കൂ. ഒന്നുമില്ലാതെ കുഞ്ഞാപ്പു ഹേ രാം എന്ന് പറഞ്ഞിരിക്കുക. ആളുകളെല്ലാം അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായ ശ്രീധരൻ ഈ ഇളനീര് കൊണ്ട കൊടുക്കുന്ന ഇവന്റെ ടീമില്ലേ അവരുടെ പിന്നാലെ നടന്നുപോയി നോക്കുമ്പോൾ ഇവർ ഇളനീര് തെങ്ങുമെന്ന് പറിച്ചിട്ട് അതിലെ വെള്ളമെല്ലാം കമിഴ്ത്തിയിട്ട് അതിൽ കള്ള് വെച്ചിട്ടാ കൊണ്ട കൊടുക്കുന്നത്. ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് കള്ള് കുടിച്ച് സമരത്തെ പൊളിക്കാനുള്ള പരിപാടിയാ. ഈ ഷാപ്പിന്റെ മുതലാളി ഒത്തിട്ടായി പരിപാടി. ഷാപ്പിന്റെ മുതലാളി ഇവന്റെ മേലെ മട്ടൊഴിച്ച് എന്തിനാന്നറിയോ? കള്ള് കുടിച്ച് അടുത്തിരിക്കുന്ന മറ്റ് സമരക്കാർ വളണ്ടിയർമാർ അറിയുമല്ലോ ഇവൻ വെള്ളടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കമിഴ്ത്തി കൊടുത്താൽ അതിന്റെ മണം കൊണ്ട് അതാന്ന് വിചാരിച്ചോളൂല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് കള്ള് ആയിരുന്നു പണ്ട് ഭയങ്കര കുറ്റമായി കണ്ടിരുന്നത്. പിന്നീട് പട്ട എന്ന് പറഞ്ഞാൽ പുതിയ തലമുറക്ക് അറിയില്ല. നമ്മളൊരു സ്കൂളിൽ ചോദിച്ചൊരു കടങ്കഥയാണ്. ആന തിന്നുന്നതും ആനക്കാരൻ കുടിക്കുന്നതുമായ സാധനം എന്താ? ആന പനേന്റെ പട്ട തിന്നു, ആനക്കാരൻ പട്ട കുടിക്കും. അതാണ് പട്ട എന്ന ഉത്തരം. ഇപ്പൊ പട്ട എന്താന്ന് ആർക്കും അറിയില്ല. പിന്നീട് ഇതര സംസ്ഥാനത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വ്യാജച്ചാരായ ഉണ്ടായിരുന്നു. മൂലവെട്ടി കേട്ടിട്ടുണ്ടോ? മൂലവെട്ടി കത്തിരി പാക്കറ്റ് ചാരായ. മൂല കണ്ടിക്കുക, പടു കുടിക്കുക, വെളിച്ചടിയായിട്ട്. എന്നാൽ കുപ്പിയും മറ്റൊന്നും വേണ്ട. മൂലവെട്ടി. അതിൽ തന്നെ പല നാണം കുണിങ്ങി, ജീസസ്, പോസ്റ്റമക്കേറ്റി എന്നെല്ലാം പറഞ്ഞ സാധനങ്ങൾ ഉണ്ടായിരുന്നു. നാണം കുണി അടിച്ചാൽ പിന്നെ നാണം കുണിയാണ് നിന്നോളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ജീസസ് എന്ന് പറഞ്ഞാൽ അടിച്ചാൽ ഓഫാവും, മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കും. അതാ ജീസസ്. ഇങ്ങനെ പല സാധനങ്ങൾ പണ്ടുണ്ടായിരുന്നു. മദ്യം, ലഹരി. പണ്ട് ഉപനിഷത്ത് കാലം, വേദങ്ങളുടെ കാലം മുതൽ സോമപാനം ഉണ്ടായിരുന്നു, സോമരസം. വിഷയം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത കാലത്ത് ഇതിനെ കൺട്രോൾ ചെയ്യുവാനുള്ള കരുത്തില്ലാത്തൊരു തലമുറയുണ്ടായി. എങ്ങനെ? അത് മനഃശാസ്ത്രപരമായി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്താ ഈ മനഃശാസ്ത്രം? നമ്മുടെ കുട്ടികൾ പണ്ടത്തെ നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ അല്പം വെള്ളടിച്ചാൽ എന്താണ്, KPSCന്റെ നാടകഗാനം പാടും. നാടകഗാനം പാടാൻ ഒരു കുപ്പി കള്ളുമായി കൊടുത്താൽ നാടകഗാനം പാടുന്ന കുറേ ആളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. പാമ്പുകൾക്ക് മാളമുണ്ട്, അതൊക്കെ നന്നായി പാടും. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികളുടെ ഈ ശരീരത്തിന്റെ ലഹരി മനസ്സിന്റെ ലഹരിയുമായിട്ട് കണക്ഷൻ ഇല്ല. കാരണം അവരുടെ മനസ്സെന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഡീലിറ്റ് ആക്കപ്പെട്ടു. ഉത്തരവാദി അമ്മയും അച്ഛനുമാണ്. എന്തായാലും തെളിവ് തരാം. നിങ്ങൾക്ക് എന്ത് അവകാശ ലഹരിക്കെതിരെ ഇവിടെ വന്ന് പറയാൻ? മനുഷ്യന് ലഹരി നിർബന്ധമാണ്. എന്തൊക്കെ ഒരു ലഹരി വേണം. എന്ത് ലഹരിയാ? ചിലയാൾക്ക് രാഷ്ട്രീയം ലഹരിയാണ്, ചിലയാൾക്ക് സംഗീതം ലഹരിയാണ്, ചില ആളുകൾക്ക് നാടകം ലഹരിയാണ്, ചില ആളുകൾക്ക് ചിത്രം വരക്കൽ ലഹരിയാണ്, ചില ആളുകൾക്ക് റീലുണ്ടാക്കൽ ലഹരിയാണ്. പല ലഹരികളുണ്ട്. രണ്ടു തരം ലഹരിയുണ്ട്, വിഹിത ലഹരിയും അവിഹിത ലഹരിയും.
ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്ന് പറയുന്നത് നടത്തരുത്. മനുഷ്യന് ലഹരി കൂടിയേ തീരൂ, ലഹരി കൂടിയേ തീരൂ. സ്വയംവര ശുഭദിന മംഗളങ്ങൾ, അനുമോദനത്തിൻ്റെ ആശംസകൾ. പാട്ട് കേട്ടില്ലേ? ഞാൻ ഇതെന്തിനാ ഇവിടെ പാടിയെന്ന് ഇപ്പൊ പറഞ്ഞുതരാം. ആഷാഢമാസം ആത്മാവിൽ മോഹം, അനുരാഗമധുരമാമന്തരീക്ഷം. ഈ പാട്ട് ഞാൻ പാടാൻ കാരണം, ഈ പാട്ട് എഴുതിയ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അല്പം നേരം മുമ്പ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ആ സർഗാത്മകതയ്ക്ക് മുന്നിൽ തലകുനിക്കുക. ഇപ്പം കുറച്ചു മുമ്പ് മരിച്ചുപോയി. നല്ല പാട്ട് എഴുതിയ ആളാണ് അല്ലേ? മാവിൻ്റെ കൊമ്പിലിരുന്നൊരു മൈന വിളിച്ചു, ആൺമൈന വിളിച്ചു. ഈ പാട്ടുകൾ പണ്ടത്തെ തലമുറയുടെ ലഹരിയായിരുന്നില്ല. പണ്ട് സിനിമാ ടാക്കീസിൽ ഒരാളുണ്ടാവും, ആയിരിക്കാ കുടിക്കാൻ പാട്ട് പുസ്തകം വിൽക്കുന്നത്. കുടിക്കാൻ പാട്ട് പുസ്തകം, കുടിക്കാനും പാട്ട് പുസ്തകവും വിൽക്കുമായിരുന്നു. സിനിമാ തിയേറ്ററിൽ നിന്ന് പാട്ടിന്റെ പുസ്തകം വാങ്ങി കൊണ്ടുപോയി വീട്ടിൽ നിന്ന് പാടുന്ന ഒരു ലഹരിയായിരുന്നില്ലേ? പാട്ടൊരു ലഹരിയാ, കവിതയൊരു ലഹരിയാ. പക്ഷെ നമ്മുടെ വീടുകളിൽ ഇപ്പൊ എന്താ? ഇതിലേതെങ്കിലും ഒരു ലഹരി ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? ഉണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഒരു കവിത ചൊല്ലാറുണ്ടോ? നെയ്പായസം വെക്കും. നെയ്പായസം എന്ന് പറയുന്ന ഒരു കഥ, മാധവിക്കുട്ടി എഴുതിയ കഥ വായിച്ചവരെത്രയുണ്ടോന്ന് കൈവക്കുക. അജയ മാഷ് പിന്നെ പറയണ്ടില്ല, 4-5 ആളാ. ബിരിയാണി വെക്കും. ബിരിയാണി വെക്കും. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി വായിച്ചവരെത്ര പേരുണ്ട്? 2-3 ആളാ. എന്താ വർഷം? ഞാൻ കഴിഞ്ഞ ദിവസം തച്ചങ്കുന്ന് ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ പോയി. 2000 ആളുടെ സദസ്സിൽ. ആ സദസ്സിൽ ഞാൻ ചോദിച്ചു, അതിരാണിപ്പാടം എന്ന ഒരു സങ്കല്പ ഗ്രാമത്തെ കുറിച്ചാണ് ദേശത്തിന്റെ കഥ എഴുതിയത്. പക്ഷെ തച്ചങ്കുന്നെന്ന് പറയുന്ന യഥാർത്ഥ ഗ്രാമത്തെ കുറിച്ചാണ് തച്ചങ്കുന്ന് സ്വരൂപം എന്ന് UK കുമാരൻ എഴുതിയ വയലാർ അവാർഡ് നേടിയ നോവൽ എഴുതിയത്. ആ നാട്ടിലെ മനുഷ്യർ തന്നെയാണ് അതിലെ കഥാപാത്രങ്ങൾ. കേളപ്പൻ, സ്വാതന്ത്ര്യ സമര സേനാനി കേളപ്പനൊക്കെ. എന്നിട്ട് ഞാൻ ആ സദസ്സിനോട് ചോദിച്ചു, തച്ചങ്കുന്ന് സ്വരൂപം ഈ 2000 ആളിൽ ആ നോവൽ വായിച്ചവരെത്ര പേര്? കൈ ഉയർത്തിയത് 8 പേര്. 2000 ആളുടെ ആ നാട്ടിലുള്ളവർ 8 പേരാ വായിച്ചത്. പിറ്റേന്ന് രാവിലെ 5:45 എനിക്കൊരു ഫോൺ എടുത്തവിടെ, നീ എന്നെ അപമാനിച്ചില്ലടാ എന്ന് പറഞ്ഞിട്ട് അല്ലാതെ ചീത്ത. നോക്കുമ്പോ UK കുമാരൻ. ആദ്യം പറഞ്ഞെങ്കിലും പിന്നെ പറഞ്ഞു, സത്യല്ലേ നീ ചോദിച്ചത് നന്നായി കേട്ടോ, എന്താ അവസ്ഥ? അയാളോട് ആരോ വിളിച്ചു പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ചോദിച്ചപ്പോൾ 8 ആളെ വായിച്ചിട്ടുള്ളൂ എന്ന്. ഈ നോവൽ എഴുതിയ ആൾ എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വീട്ടിൽ വിഹിത ലഹരിയുടെ ഇടങ്ങൾ അടയപ്പെട്ടു. അപ്പോൾ അവിഹിത ലഹരിയുടെ ഇടങ്ങൾ തുറക്കപ്പെട്ടു. ഒരു കവിത ചൊല്ലുന്ന, ഒരു പാട്ടുപാടുന്ന, കഥ വായിക്കുന്ന, പരസ്പരം അടുത്തിരുന്നിട്ട് സ്നേഹിക്കുന്ന കുടുംബങ്ങളുണ്ടോ? അച്ഛനും അമ്മയും പാട്ടുപാടുവോ? ഒന്നിച്ചിരുന്നിട്ട് ഇല്ല. അവരെ ഒന്ന് അഭിനന്ദിക്കാറുണ്ടോ? നല്ലത് ചെയ്ത 50-ൽ 45 മാർക്കും വാങ്ങി വന്നാൽ ആ 45-ന് ഷെയ്ക്കൻഡ് കൊടുക്കോ? ഇല്ല. കിട്ടാത്ത 5-ന് കൂട്ടം കൂടും അല്ലേ? അപ്പൊ ഈ കുട്ടിക്കും വേണ്ടേ ഒരു ആനന്ദം, സന്തോഷം വേണ്ടേ? ആ ആനന്ദം നിങ്ങൾ എങ്ങനെയാ അവനെ ആനന്ദം കൊടുക്കുന്നത്? ഇപ്പൊ കോവിഡിന് കാലത്തിന് ശേഷം ആനന്ദത്തിന് പുതിയ ഹോട്ടലുകൾ, എത്രയാ ഹോട്ടൽ തുറക്കുന്നു. ഭക്ഷണം, പുതിയ മോഡൽ ഭക്ഷണങ്ങൾ. എന്തെല്ലാം ഭക്ഷണങ്ങളാ! ആ ഭക്ഷണങ്ങളെ തേടി പോവുക, പുതിയ എരിവ്. അവനൊന്നും തന്നെ തൃപ്തിയാവുന്നില്ല. തൃപ്തിയാവാത്തതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? ഞാൻ എവിടെ പോയാലും ഉപ്പുമാവ് ഉണ്ടെങ്കിൽ തിന്നു. എന്തിനാണെന്നറിയോ ഉപ്പുമാവ് തിന്നുന്നത്? ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് പണ്ട് LP സ്കൂളിൽ നിന്ന് തിന്ന ഉപ്പുമാവിന്റെ ടേസ്റ്റുള്ള ഒരു ഉപ്പുമാവ് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ്. ആ ഉപ്പുമാവിന്റെ ടേസ്റ്റുള്ള ഒരു ഉപ്പുമാവ് എവിടുന്നും കിട്ടിയില്ല എനിക്ക്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഭക്ഷണത്തിന് ടേസ്റ്റ് നിശ്ചയിക്കുന്നത് ഭക്ഷണത്തിൽ ചേർക്കുന്ന ചേരുവകളോ പാകം ചെയ്യുന്നതിന്റെ മിടുക്കോ അതിലെ എണ്ണയൊന്നുമല്ല, വിശപ്പാണ് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നിശ്ചയിക്കുന്നത്. അന്ന് വിശന്നിട്ടാ സ്കൂളിൽ പോയത്. ഇലപാറി ചുരുട്ടി കീശയിലിട്ട് വരും അമ്മ. 12 മണിക്ക് ചെമ്പോട്ടി ദാമോദരൻ ഉപ്മാവിന്റെ ബറവങ്ക് കഴിച്ചാൽ പിന്നെ ഒന്നും ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല. വല്ലാണ്ട് വിശക്കുമ്പോൾ ഈ ഇലയെടുത്തിട്ടൊന്ന് മണപ്പിക്കും, അന്നേരം ഒരു ആശ്വാസം.
ഇന്ന് കുട്ടികൾക്ക് ടേസ്റ്റ്, ഒരു പുതിയ ഭക്ഷണത്തിന് ടേസ്റ്റ് മതിയാവാത്തത് വിശപ്പില്ലാത്തത് കൊണ്ടാ. അവർക്ക് പുതിയ പുതിയ ടേസ്റ്റ് അന്വേഷിച്ചു പോവാ. ആ ശരീരത്തിനെ സന്തോഷിപ്പിക്കാൻ, ലഹരി പിടിപ്പിക്കാൻ എന്താ? ശരീരത്തിനെ ലഹരി പിടിപ്പിക്കാൻ ന ഭുജ്യതേ വ്യാകരണം ചുത്താതുരേ, മാഘന്റെ ശ്ലോകമാണ്. വിശന്ന് നിൽക്കുന്നവന് വ്യാകരണം വിശപ്പ് മാറ്റുമോ? പിപാസിതോ കാവ്യരസ ന പീയതേ, ദാഹിക്കുന്നവന് കാവ്യരസം ദാഹം മാറ്റില്ല. എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അന്വേഷിച്ച് പോകുന്ന ഇവന് കവിത ചൊല്ലുമ്പോൾ നിൽക്കില്ല. അവന് പാതിരക്ക് 10 മണിക്കായാലും വിടുക. ഇക്കൊല്ലം കണ്ണൂർ ജില്ലയിൽ മാത്രം ഞാൻ അന്വേഷിച്ചപ്പോ 80 സ്കൂളിൽ കുട്ടികളെ പുറത്താക്കിയതിന്റെ ഒരു കാരണം അറിയോ നിങ്ങൾ? മാഷും ടീച്ചറും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട്. 1 മണിക്ക് ഭക്ഷണം കഴിക്കാൻ വിടുന്ന സമയം കാത്തു നിൽക്കാൻ നേരമില്ല. ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ബേക്ക് വെഞ്ഞുമെന്ന് കുട്ടികൾ ചോറ് വരുത്തുന്ന, അത് ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട്. എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഒരാവശ്യം വരുമ്പോ അപ്പൊ അത് പ്രകടിപ്പിക്കും. ഫലത്തിൽ എന്താ? മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം മറന്നുപോയി. മൃഗവും മനുഷ്യനും തമ്മിൽ എന്താ വ്യത്യാസം? രൂപം കൊണ്ടല്ല. രൂപമല്ല, പല രൂപങ്ങൾ പല മൃഗങ്ങൾക്കുണ്ട്, അതുപോലത്തെ ഒരു രൂപം നമുക്കുണ്ട്. പ്രകടമായ വ്യത്യാസം ഏതാ വലുത് ഏതാ ചെറുത് നോക്കി. മൃഗങ്ങളുടെ ശരീരമാണ് വലുത്, മനസ്സ് ചെറുതാ. ശരീരം നിയന്ത്രിക്കുന്ന മനസ്സാ. ഇപ്പൊ ഇവിടെ ടൗണിൽ ഒരു പശു വന്നു, അതിന് മൂത്രയിക്കാൻ മുട്ടിയാൽ മനസ്സ് പറയോ ഈടെ പറ്റൂല, ഇത് ആർവി മുട്ടയാണ്, ആളുണ്ട് ഇവിടെ ഹരിതകർമ്മ സേനയുണ്ട്, അതുകൊണ്ട് ആലയെ പോയിട്ട് മൂത്രയിക്കണം, ആടിയെ ചാണകൂടാവൂന്ന് മനസ്സ് പറയോ? ഇല്ല. ആടെ പാലും മതിച്ച് മൂത്രയിക്കും, അവിടെ ചാണകൂടും. അമ്പലത്തിൽ തിടമ്പ് എഴുന്നള്ളിക്കുന്ന ആന ശ്രീകോവിലിന്റെ മുന്നില് പിണ്ടോടും അല്ലേ? ശ്രീകോവിലിന്റെ മുമ്പിൽ പിണ്ടോടും, മൂത്രയിക്കും. ഇത് ദേവന്റെ തിടമ്പാ തലയിലുള്ള, അതുകൊണ്ട് മൂത്രയിക്കൽ പിന്നെയാക്കാന്ന് മനസ്സ് പറയോ? ഇല്ല. മനസ്സ് മൃഗങ്ങൾക്കുണ്ട് കേട്ടോ. മൃഗങ്ങൾക്ക് കണക്കറിയുന്ന മൃഗങ്ങളുണ്ടല്ലോ. നിങ്ങൾ വീതി പറഞ്ഞ റോഡ് മേലെ സ്കൂട്ടർ കൊണ്ടുപോകുന്നു, റോഡിന്റെ പകുതിക്ക് ഒരു നായി കിടക്കുന്നു. നിങ്ങൾ ഓണടിച്ചു നോക്ക്, നായി സ്കൂട്ടറാന്ന് കണ്ടാൽ എൻഡിയില്ല, കാരണം സ്കൂട്ടറിന് പോണ്ട വീതി ആടിയുണ്ട്. തൊട്ട് പറയും ലോറി വന്ന് നോക്കട്ടെ, നായി എണീറ്റ് മാറിത്തരൂ. അപ്പൊ സ്കൂട്ടറിന്റെ വീതി കുറവാണെന്നോ ലോറിക്ക് വീതി കൂടുതലാണെന്നോ ആർക്കറിയാം? നായിക്കറിയാം. നമ്മളെ കൂട്ടത്തിൽ ചില നായിയൊക്കെ ഈ കണക്കറിയില്ല, കണ്ടെടുത്ത് വെച്ച് പോകുന്നില്ലേ അല്ലേ? മനസ്സ് ചെറുതാണ് മൃഗങ്ങൾക്ക്, ശരീരമാണ്. പട്ടികൾ റോഡിൽ വെച്ച് ഇണചേരും. മനുഷ്യൻ എപ്പോഴാ മനുഷ്യനായത്? ശരീരം ലഘുവും മനസ്സ് ഗുരുവാകുമ്പോഴാണ്. ഗുരു എന്ന് പറഞ്ഞാൽ വലുത് എന്നർത്ഥം കേട്ടോ, മാഷ് എന്നല്ല. ഗുരുതരമായ പരിക്ക് പറ്റിയെന്ന് വാർത്ത കണ്ട നിങ്ങൾ മാഷന്മാർക്ക് പരിക്ക് പറ്റിയെന്നല്ലല്ലോ, വലിയ പരിക്ക് പറ്റിയെന്ന്. മനസ്സ് ഗുരുവും ശരീരം ലഘുവാകുമ്പോൾ മനുഷ്യനായി. ഈ ശരീരത്തിന്റെ ചോദനകളെ മനസ്സിന്റെ ഭാവനകൾ കൊണ്ട് നിയന്ത്രിക്കുമ്പോഴാണ് മനുഷ്യനുണ്ടാവുന്നത്. എന്നാൽ ആ മനസ്സിനെ വളർത്തിയെടുക്കുന്ന ഇടം സ്കൂളല്ല, ബുദ്ധി വളർത്തുന്ന ഇടമാണ് സ്കൂള്. ബുദ്ധി മനസ്സിനെ സ്വാധീനിക്കാറുണ്ടെങ്കിലും മനസ്സ് വളരണം. എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള കുട്ടികൾ മനസ്സുണ്ടാവണമെന്നില്ല. സ്കൂളിൽ പോവാത്ത കുട്ടികൾക്ക് മനസ്സില്ലേ? സ്കൂളിലേ പോവാത്ത കുട്ടികൾക്ക് മനസ്സുണ്ട്. മിഞ്ഞാന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ഒരു ഉദ്ഘാടനം നടത്തി. ആ ഉദ്ഘാടനത്തിൽ എനിക്ക് വല്ലാത്തൊരു വികാരം തോന്നിയൊരു അനുഭവം. നമ്മളെ ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക്, ബഡ്സ് കുട്ടികൾ എന്ന് പറഞ്ഞുകൂടാ, ബഡ്സ് സ്കൂളിലുള്ളവർക്ക്, അവർക്ക് എല്ലാ സ്കൂളിലും പോയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താ വേണ്ടത്? സംഗീത ഉപകരണം, കീബോർഡ് വേണം, ചിലയാൾക്ക് ഡ്രം വേണം, ചിലയാൾക്ക് ചെണ്ട വേണം, ചിലയാൾക്ക് ചീനി വേണം. അങ്ങനെ കണക്കെടുത്ത് അതിനൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി എല്ലാവർക്കും അത് വിതരണം ചെയ്തൊരു മോയം ഇത് പൊളിച്ച് അവനെ ഇത് കീബോർഡ് ഇങ്ങനെ അമർത്തി ഇത് പാട്ട് കേട്ടപ്പോഴില്ലേ അവന് ഭയങ്കര സന്തോഷം. അവൻ എന്നിട്ട് സ്റ്റേജും കയറി വന്നിട്ട് എൻ്റെ കൈ ഇങ്ങനെ തടയി എന്നിട്ട് ഒരു മൊത്തം തന്നു. എനിക്ക് കണ്ണെന്ന് വെള്ളം വന്നു. അവർക്ക് മനസ്സില്ല, അവർ സ്കൂളിൽ പോയിട്ടില്ല, അവർ കവിത ചൊല്ലിയിട്ടില്ല, അവർക്ക് മനസ്സുണ്ട്. മനസ്സ് വേറെ ബുദ്ധി വേറെ, മനസ്സിലായോ? നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധി വളരുന്നു, നല്ല ബുദ്ധിയാ. ആ ബുദ്ധിക്ക് ആനുപാതികമായി മനസ്സ് വളർത്തുന്നത് ആരാ? സ്കൂളെ മാഷന്മാരല്ല. മനസ്സ് വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കുടുംബമാണ്, രണ്ടാമത് സമൂഹമാണ്. എന്നാൽ നമ്മൾ ഈ കുടുംബവും സമൂഹവും തമ്മിലുള്ള ബന്ധം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? ഇല്ല.
ആ മനസ്സ് ശരീരത്തിന് വിധേയമാണ്. അതുകൊണ്ടാ 11 മണിക്ക് ബൈക്ക് എടുത്തിട്ട് പോന്ന്. എന്തിന്? ആടെയുണ്ട് ചിക്കൻ കബാബ്. കാരണം ഇവൻ പക്വത ആർജിക്കുന്നതിന് മുമ്പ് ഇവന്റെ ഹോർമോൺ ശക്തിപ്പെടുത്തുക, അവന്റെ ശരീരം ഉണരുക, ശരീരത്തിന്റെ ശക്തി. ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ സകലമാന പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന അവന്റെ ലൈംഗിക ഹോർമോണുകളാണ്. അത് യാഥാർത്ഥ്യമാണ്. ലൈംഗിക ഹോർമോൺ എല്ലാവർക്കും ഉണ്ടാവും. അത് പ്രകൃതിയുടെ നിയമമാണ്. പ്രകൃതി നമ്മളെ ഇങ്ങോട്ട് അയച്ചത് പഞ്ചായത്ത് ഭരിക്കാനും കവിത എഴുതാനൊന്നും അല്ല, നിന്നെ പോലത്തെ കുറേ എണ്ണത്തിനെ സൃഷ്ടിക്കാനാണ്. അതുകൊണ്ട് പ്രകൃതി നമ്മുടെ ശരീരത്തിലെല്ലാം അതിന്റെ സോഫ്റ്റ്വെയർ. നമ്മൾ പറയാറില്ലേ, ചില ഒരു 18, 15, 16 വയസ്സാകുമ്പോൾ ചില ആളെ കണ്ടിട്ട് വിഷ് ഞാൻ എടുത്ത് നടക്കുമ്പോൾ മൂക്കൊന്ന് വലിക്കുന്ന പുകയിൽ തണ്ട് പോലത്തെ പെണ്ണാ, ഇപ്പം നോക്കിയാൽ എന്ത് സ്റ്റൈലാ. അതാരാ സ്റ്റൈലാക്കുന്നത്? പുഴുവിനെ പൂമ്പാറ്റയായി ഉടുപ്പിക്കുന്നത്, മാനിൻ വഴിയെ തിരുമണ കസ്തൂരി മണം ചേർക്കുന്നത്, ഇരുമീനിണക്കായി ഒരു സാഗരം തീർക്കുന്നത് ഈ പ്രകൃതിയുടെ അത്ഭുതമാണ്. എന്ന് പറഞ്ഞാൽ ഇണചേർന്ന് പുതിയതിനെ സൃഷ്ടിക്കുക എന്നതാണ് പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ എല്ലാം തനതു ഭാവം. ആ ഭാവം ഈ ഹോർമോണുകളിലൂടെ ഉണരുക. പണ്ടൊക്കെ എപ്പോഴാ ഈ ഹോർമോൺ വരിക? നിങ്ങൾ ഓർമ്മിച്ചോ? ഇതിൽ പല ആളുകളും പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ എപ്പോഴാ പ്രേമം വന്ന്? 10-ലെത്തുമ്പോൾ, PDCക്ക് പഠിക്കുമ്പോൾ എല്ലാം കുറച്ച് പ്രേമം വരിക. വന്നാൽ തന്നെ പറയാൻ ധൈര്യമുണ്ടോ? ആരാദ്യം പറയും എന്ന് വിചാരിച്ചാൽ അങ്ങോട്ടും പറയില്ല ഇങ്ങോട്ടും പറയില്ല, ധൈര്യമില്ല. എന്നിട്ട് അവസാനം സെൻഡ് ഓഫ് ആയ ദിവസവും ഇനി കാണൂലല്ലോ. ഒരു ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞൊരു സാധനത്തിലുണ്ട്, ഒരു എഴുത്ത്. കടലിനെ മറന്നാലും കടൽ കരയെ മറന്നാലും ഞാൻ നിന്നെ മറക്കൂല എന്ന് എഴുതി കൊടുത്ത് പോയി. ഏടെ മറക്കൂല എന്ന് പിന്നെ എന്തോ വിവരമുണ്ടോ? എല്ലാം പോയി. വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, ഇൻസ്റ്റഗ്രാമും ഇല്ല. പാള കീറിയും പോയി, മോര് മറിഞ്ഞും പോയി. പിന്നെ ഒരു പിടിയില്ല. ഇപ്പം നല്ല ഭക്ഷണമെല്ലാം കഴിച്ച് വാട്സപ്പല്ല 1000 പഴയ ആളെല്ലാം തപ്പി ഇറങ്ങിയിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളോട് സംഗമങ്ങളാ അല്ലേ? നല്ലതാട്ടോ. പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ആയുസ് കൂടുന്നുണ്ട്, പ്രഷർ കുറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ബാല്യകാലത്തിലുള്ള അനുഭവങ്ങളെല്ലാം ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് രസകരമായിട്ട് മനസ്സ് പോവുമല്ലോ. അതുകൊണ്ട് കിട്ടിയ ചാൻസിന് പോകാണ്ടിരിക്കരുത്, പോണം. പക്ഷേ അന്ന് 10ാം ക്ലാസ്സിൽ എത്തുമ്പോ ഇതെല്ലാം ഹോർമോൺ വരും. കാരണം എന്താ? ഉച്ചക്കെന്താ കറി? ചാക്കക്കുരും വെള്ളരിക്കും ഓലൻ. രാത്രിയോ വെള്ളരിക്കും ചാക്കക്കുരു ഓലൻ. ഇതിനെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാനാ? ഇപ്പോഴോ നമ്മൾ 1000 കൊല്ലം കൊണ്ട് കേരളത്തിലെ അതിജീവനത്തിനുണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണശീലം നമ്മളൊരു 50 കൊല്ലം കൊണ്ട് അട്ടിമറിച്ചു അല്ലേ? നമ്മുടെ ഭക്ഷണശീലം ആഗോളവൽക്കരണത്തിന് ശേഷം ഏറ്റവും പ്രകടമായി മാറിയത് ഭക്ഷണശീലമാണ്. എന്ന് പറഞ്ഞാൽ മാംസാഹാരവും മത്സ്യാഹാരവും എണ്ണയും കൂടിയില്ലേ, കൊഴുപ്പ് കൂടിയില്ലേ. സായിപ്പന്മാരെ ഏറ്റവും കൂടുതൽ ഇറച്ചി തിന്നുക. പക്ഷെ അവര് ഒരു കഷ്ണം ഇറച്ചി തിന്നുമ്പോൾ 2 കഷ്ണം പച്ചക്കറിയും കൂട്ടിയിട്ടാണ് തിന്നുക. നമ്മളെ കുട്ടിക്ക് സാമ്പാർ പച്ചക്കറി വിളമ്പിയൊക്കെ കണിച്ചൻ്റെ അടുത്ത് പോയാൽ പ്രശ്നം വെക്കൂലേ? സാന്നിധ്യ ക്ഷേത്രാണി ബിംബാണി ത്രേണി ലഗ്നേന ചിന്തയിൽ മറിഞ്ഞിട്ട് കബഡി നിരത്തും പോലെയാ. ഉരുളക്കിഴങ്ങ് അങ്ങോട്ട്, വെണ്ടയ്ക്ക അങ്ങോട്ട്, കാരറ്റ് അങ്ങോട്ട്, മുരിങ്ങക്കായി അങ്ങോട്ട് എല്ലാം നീക്കി വെച്ച് ചാറ് മാത്രം കൂട്ടി തിന്നിട്ട് നല്ല എരിവും പുളിയുള്ള ചാറ് വേണം, മസാല വേണം. എന്നിട്ട് വിളമ്പുന്ന ആളോട് സ്വകാര്യം ചോദിക്കും, പീസ് ഉണ്ടാടാന്ന്. പീസ്. ഈ ഇറച്ചി ഓവർ തിന്നിട്ട് അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഈ ഹോർമോണില്ലേ, അതിൻ്റെ ബാലൻസ് തെറ്റുക. അതുകൊണ്ട് 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് പെൺകുട്ടികൾ ഋതുമതിയാവുന്നു, ആൺകുട്ടികൾ പ്രേമക്കുരു പൊന്തുന്നു, അവർ പ്രപ്പോസ് ചെയ്യുന്നു. UP സ്കൂളിലെ കുട്ടികൾ പ്രപ്പോസ് ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കണം. 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെണ്ണ് പെറ്റു, കണ്ടില്ലേ വാർത്ത? പെണ്ണ് പെറ്റു. കുട്ടീൻ്റെ അച്ഛനാരാ? 8ാം ക്ലാസ്സിലെ ചെക്കൻ. ഇത് അത്ഭുതമല്ല, ഇനി അവർക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലാണ്. ഇതങ്ങ് ഉണർന്നാൽ അവരുടെ മനസ്സ് അവർക്ക് പിടിച്ചാൽ കിട്ടില്ല. ശരീരം മനസ്സിനെ കയറി ഭരിക്കുക. ആമയും മുയലും പന്തയം വെച്ച കഥ കേട്ടില്ലേ? അതുപോലെയാ. ആമയും മുയലും പന്തയം വെച്ച് മുയൽ കുതിച്ചോടി തിരിഞ്ഞു നോക്കുമ്പോൾ ആമ വളരെ പിറകിൽ നിന്ന് വരിക. നേരത്തെ അവിടെ എത്തിയിട്ട് 2 ട്രോഫിയൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് മുയൽ വിചാരിച്ചു ഒന്ന് വിശ്രമിച്ച് ഉറങ്ങിപ്പോയി. ഉറക്ക് തെളിയുമ്പോൾക്ക് ആമ പോയിട്ട് ട്രോഫി വാങ്ങി വന്നു. മാഷന്മാർ എന്നിട്ട് പറഞ്ഞു തന്നു, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. കഥ തീർന്നു അല്ലേ? എന്നാ ഈ കഥയെ നമുക്കൊന്ന് മാറ്റിപ്പിടിക്കുക. ഈ ആമ എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരമാണ്, മനസ്സെന്ന് പറയുന്ന മുയല. മനസ്സ് മുയല. നമ്മളെ ശരീരം ആമയെ പോലെ മെല്ലിയല്ലേ വളരും. പശു പ്രസവിച്ച പശുക്കുട്ടി 1/2 മണിക്കൂർ കൊണ്ട് എണീറ്റ് ഓടും. നിങ്ങൾ ആരും പെറ്റിട്ട് 1/2 മണിക്കൂർ കൊണ്ട് ഓടിയാ? 6 മാസം കഴിഞ്ഞിട്ടില്ലേ ദോശ മറിച്ചിടെ കുമ്പിടെ LKG അംഗനവാടി പോകുമ്പോൾ പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിച്ചതും സ്കൂളിൽ ചേരും 3 വയസ്സാവും.
മൂന്നാമത്തെ വയസ്സിലെ പശുക്കുട്ടീനെ ചെന്ന് നോക്കിയാ പെറ്റിട്ടൊരമ്മയായിട്ടുണ്ടാവും അല്ലേ, മുലയൂട്ടുന്ന അമ്മ. മൃഗങ്ങളുടെ ശരീരത്തെ അപേക്ഷിച്ച് നമ്മുടെ ശരീരം ആമയെപ്പോലെ ഇഴഞ്ഞിഴഞ്ഞ് വളരുന്നു. പക്ഷെ മനസ്സോ, എൻ്റെ അമ്മ ഈ കുഞ്ഞുമക്കളെ പാട്ട് കേട്ടിട്ടുണ്ടോ? കുഞ്ഞുമക്കളെ കാനൂല് കേട്ടിട്ടുണ്ടോ? ഒരു LP UP സ്കൂളിൽ നിങ്ങൾ ചെന്നോക്ക്. അവരുണ്ടാക്കി വെച്ച അസൈൻമെന്റുകൾ, പ്രൊജക്റ്റുകൾ, ചാർട്ടുകൾ, കൊളാഷുകൾ, എന്തൊക്കെയാണ് കലക്ഷനുകൾ. അവരുടെ പ്രസംഗങ്ങൾ എന്തൊക്കെയാ, അവരുടെ പാട്ടുകൾ അത്ഭുതമാണ്. നമ്മുടെ കുട്ടികൾക്ക് അവരുടെ മനസ്സ് മുയലിനെ പോലെ കുതിച്ചോടുക. പക്ഷേ ഈ ഹോർമോൺ ഉൽപാദനം തുടങ്ങുമ്പോഴേ അവരുടെ മനസ്സ് കിടന്നുറങ്ങും, ശരീരം ഓവർടേക്ക് ചെയ്യും. ശരീരം ഓവർടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 8-9 UP സ്കൂൾ വരെ നല്ല സാമർത്ഥ്യരായ സർഗാത്മകതയുള്ള കുട്ടികൾ, പിന്നെ പുസ്തക വായനയില്ല. ഞാൻ ലൈബ്രറികളിൽ പോയി നോക്കൂ നിങ്ങൾ. UP സ്കൂൾ വരെയുള്ള കുട്ടികൾ നന്നായി പുസ്തകം ശേഖരിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, കുറിപ്പെഴുതുന്നുണ്ട്. പക്ഷെ 8-ലെത്തിയാ പിന്നെ പുസ്തക വായനയില്ല. അവർക്ക് പിന്നെ തിന്നാനുള്ള വക, ഉറങ്ങാനുള്ള വക, റീല് കാണൽ, ഇതൊക്കെയാണ് അവരുടെ താല്പര്യം. സ്പീഡാണ് അവരുടെ ശരീരം കുതിച്ചോടുന്നു, മനസ്സ് കിടന്നുറങ്ങുന്നു. ആ സമയത്ത് ഏടുന്നെങ്കിൽ ഒരു ചെക്ക ഒന്ന് ചിരിച്ചു കാണിച്ചാൽ മതി. ഒരു ചിരി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി. 2 ആഴ്ച ഓർക്കുണ്ടാവില്ല, പോയി, ആമ പോയി. പോലാന്ന് പറയേണ്ട മനസ്സാകുന്ന സംസ്കാരത്തിന്റെ മൊയിലില്ലേ, അതുറങ്ങി. പോറ്റി വലുതാക്കി അച്ഛനെയും അമ്മേനെയും മറന്നിട്ട് കണ്ടോൻ്റെ ഒന്നിച്ച് പോകല്ല മോളെ എന്ന് പറയേണ്ട മനസ്സല്ലേ. അച്ഛനമ്മമാരുടെ കണ്ണീർ പുഴയിലല്ല നിന്റെ പ്രണയത്തിന്റെ തോണി ഇറക്കേണ്ടതെന്ന് പറയണ്ടേ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ അഞ്ചരക്കണ്ടിക്ക് തൊട്ടപ്പുറത്ത് വട്ടിപ്പുറത്ത് ഇന്നലെ ഒരു സഞ്ചയനമുണ്ടായിരുന്നു. മരിച്ച് 3 ദിവസം മുമ്പ് ഒരാൾ ആത്മഹത്യ ചെയ്തതിന്റെ കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ ഞെട്ടിപ്പോയി. അയാളുടെ മകൻ ഒരു പെണ്ണിനെ കണ്ടു. പെണ്ണിനെ പ്രേമിച്ചു. പെണ്ണ് പറഞ്ഞു എനിക്ക് ജോലി കിട്ടിയാലേ കല്യാണം കഴിക്കും. ആ പെണ്ണിനെ ജോലി വാങ്ങാൻ വേണ്ടി ഇവൻ പെണ്ണിനെ പഠിപ്പിച്ചപ്പോ പെണ്ണെന്ത് പറഞ്ഞാൽ ഇവൻ വരുമാനത്തിന് വേണ്ടി ദുബായി പോയി കഷ്ടപ്പെട്ടിട്ട് പെണ്ണിന്റെ അനിയത്തീനെ പഠിപ്പും ഈ ചക്കൻ തന്നെ നടത്തി. പെണ്ണിനെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. വീട് നന്നാക്കി. 1.5 ലക്ഷം റുപ്യ ചെലവാക്കി വീട് നന്നാക്കി. 6,85,000 റുപ്യ ഈ പെണ്ണിന് വേണ്ടിയിട്ട് ചെലവഴിച്ച എൻ്റെ രേഖയുണ്ടോ എൻ്റെ അടുത്ത്. 6,85,000 റുപ്യ. പെണ്ണിന് ജോലി കിട്ടി. ഇപ്പൊ പെണ്ണ് പറയാണ് പിന്നെ വേണ്ടാന്ന്. ഞാൻ ചെലവാക്കിയ പൈസയോ അതിനൊന്നും കണക്കൊന്നുമില്ല. നാട്ടുകാരെ ഈ പെണ്ണിന് എപ്പോഴും ഓണത്തിന് 6 കൊല്ലായി പ്രേമിക്കാൻ തുടങ്ങിയിട്ട്, ഓണത്തിനും വിഷുവിനും കുപ്പായവും വാങ്ങിയിട്ട് പോയി അച്ഛൻ എപ്പോഴും. മോൻ്റെ ഭാര്യ ആവേണ്ടവളല്ലേ. ആ പെണ്ണിത് പറഞ്ഞെന്ന് കേട്ടപ്പോൾ അയാൾക്ക് താങ്ങാൻ പറ്റിയില്ല. എൻ്റെ മോനെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ പൈസ മുഴുവൻ ഒരു പെണ്ണ് മൊത്തം പിടുങ്ങിക്കളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പാട് പോയി തൂങ്ങിക്കളഞ്ഞ കേട്ടോ. അയാൾ മരിച്ചു കളഞ്ഞു. അയാളെ പേര് രാമകൃഷ്ണൻ, മിഞ്ഞാത്ത പത്രത്തിലുണ്ട്. അയാൾ ആലോചിച്ച് നോക്കൂ, എന്തൊരവസ്ഥയാ. ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ട മനസ്സെന്താ ഇല്ല. കല്യാണത്തിന്റെ തലേന്ന് രാത്രി വരെ അച്ഛനോടും അമ്മയോടും പ്രേമം പറയോ? എന്നിട്ടോ പരിപ്പും അടുപ്പത്തിട്ട് ബന്ധ് തേങ്ങാപ്പാല് പിഴിയുന്ന വരെ അനങ്ങിയില്ല. രാത്രി പെണ്ണ് പോയി. ഇനി കല്യാണം വലിയ പൈസയും ചെലവാക്കി കല്യാണം കഴിപ്പിച്ചാലോ? ഇത്രയും വലിയ പൈസ ചെലവാക്കി കല്യാണം കഴിപ്പിക്കല്ലോ കേട്ടോ. കാരണം ഇത് നിൽക്കുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് പേരിന് കല്യാണം കഴിപ്പിക്കുക. നിൽക്കുന്ന ഉറപ്പായ നാട്ടുകാരെ വിളിച്ചൊരു സദ്യ കൊടുക്കുക, അതേ പറ്റൂ. കാരണം ഒറ്റയാഴ്ച കൊണ്ട് ഡൈവോഴ്സ് നോട്ടീസ് വരിക. കാരണം എന്താ? ചെറുപ്പക്കാരുടെ വിചാരം കല്യാണം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വേണ്ടിയാന്നാ, ആദ്യരാത്രിക്ക് വേണ്ടിയാ കല്യാണം എന്നാ. ഇങ്ങനെ ശരീര കേന്ദ്രീകൃതമായ ഒരു സംസ്കാരം വളരുമ്പോ ആ ശരീരത്തിനെ തൃപ്തിപ്പെടുത്താൻ എന്ത് വേണം? പദാർത്ഥമല്ലേ ശരീരം. പദാർത്ഥത്തെ തൃപ്തിപ്പെടുത്താൻ പദാർത്ഥം വേണം. ഇറച്ചി മതിയാവുന്നില്ല, ആംലറ്റ് മതിയാവുന്നില്ല, മന്തി മതിയാവുന്നില്ല. എത്രയെന്താ പേര്? നമുക്കെല്ലാം പല പേരുണ്ടെങ്കിലും മരിച്ച ഒറ്റ പേരിലേ ഉള്ളൂ. എന്താ അത്? ശവം അല്ലേ? മരിച്ച നമുക്കൊരു പേരേ ഉള്ളൂ, ശവം അല്ലേ, മയ്യത്ത്. എന്നാ കോഴീൻ്റെ ഒരു ഭാഗ്യം നോക്കിയാട്ടെ, മരിക്കുന്നവരെ കോഴീന്നേ പേരുള്ളൂ.
മരിച്ച 28 പേരുണ്ട് പോയി. ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ഇതൊന്നും മതിയാകുന്നില്ല. അപ്പൊ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. പണ്ട് കണക്കിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. അപ്പൊ ഒരുത്ത കോപ്പി അടിക്കുമ്പോൾ മാഷ് പിടിച്ചു. മാഷോട് പറഞ്ഞു, ഇതാ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക, ഇതാ ഏറ്റവും എളുപ്പം കോപ്പി അടിക്കാൻ. എളുപ്പത്തിൽ ശരീരത്തെ തൃപ്തിപ്പെടുത്താൻ എന്താ മാർഗം? പദാർത്ഥത്തിന്റെ 3 അവസ്ഥകളെ തേടി പോകുന്നു. പദാർത്ഥത്തിന്റെ 3 അവസ്ഥ എന്താ? ഖരം, ദ്രാവകം, വാതകം. ഖരം മയക്കുമരുന്ന്, ദ്രാവകം മദ്യം, വാതകം കഞ്ചാവിന്റെ പുക. മനസ്സിലായോ? ഈ ശരീരത്തെ പോറ്റുന്ന വീടുകളാണ് പ്രതി. നിങ്ങളുടെ വീട്ടിൽ ശരീരത്തെ അല്ലാതെ മനസ്സിനെ പോറ്റാൻ എന്താ വഴി? ഞാനിന്ന് നീട്ടുന്നില്ല, കാരണം എപ്പോഴും മഴ പെയ്യും. പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നിങ്ങളുടെ വീട്ടിലെ കുട്ടി മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയാവാതിരിക്കാൻ ഒറ്റ സൂത്രം, ഒരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ വീട്ടിലെ കുട്ടി, നാട്ടിലെന്തോ ആട്ടെ, നിങ്ങളുടെ വീട്ടിലെ കുട്ടി, നിങ്ങളുടെ വീട്ടിൽ പിരിമുറുക്കം കുറക്കുക, കഠോരമായ ശബ്ദം വേണ്ട. നിങ്ങളുടെ വീട് സോഫ്റ്റൻ ആക്കുക. സോഫ്റ്റൻ കമ്മ്യൂണിക്കേഷൻ, സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. എന്താ സോഫ്റ്റൻ ആക്കൽ? മൃദുലമാക്കൽ. ചപ്പാത്തി സോഫ്റ്റനാക്കാൻ, ഇഡ്ഡലി സോഫ്റ്റനാക്കാൻ പല സൂത്രങ്ങളുണ്ടല്ലേ. നിങ്ങളുടെ ബന്ധങ്ങൾ സോഫ്റ്റനാക്കാൻ എന്താ സൂത്രം? അത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? വലിയ പണിയൊന്നുമില്ല. അതിന് ഇവിടുന്ന് ടൗണിൽ പോയിട്ട് സാധനം ഒന്നും വാങ്ങിക്കൊണ്ടിരുന്ന. സോഫ്റ്റന്റെ സ്പെല്ലിങ് പഠിച്ചാൽ മതി. 6 അക്ഷരമുണ്ട്. SOFTEN. ഓരോ അക്ഷരത്തിന് ഒരു വാക്ക് ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് ഞാൻ പ്രസംഗം നിർത്താം. എസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ, പുഞ്ചിരിക്കുക. പുഞ്ചിരിയുടെ ലഹരി കുട്ടികളെ പഠിപ്പിക്കുക. പുഞ്ചിരിക്കൂ. രാവിലെ വരുമ്പം തന്നെ എണീറ്റ് വരുമ്പോ പിലാവ് നിന്ന് വീണ പഴഞ്ചക്ക പോലെ മോന്തയും ഇതാക്കിയിട്ട് വരല. ഒന്ന് ചിരിച്ചുകൊണ്ട് മക്കളെ സമീപിക്കും. മക്കളെ നോക്കി ചിരിക്കലുണ്ടോ? ഒന്ന് ചിരിക്ക്. നിങ്ങളുടെ അച്ഛനെയും അമ്മയും നോക്കി ചിരിക്കലുണ്ടോ? ചിരിക്കുന്ന വീടുണ്ടാകും. വീടും ചിരിക്കണം. വീട് ചിരിക്കൽ വാതിൽ തുറക്കല. വാതിൽ തുറന്നിട്ട് പ്രകാശത്തെയും പ്രഭാതത്തെയും മുറ്റത്ത് വിരിഞ്ഞ പൂക്കളെയും സൗന്ദര്യത്തെയും കണി കാണൂ. അല്ലാതെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളല്ല ഇപ്പൊ രാവിലെ കണി കാണുന്ന ഒരു ബിംബത്തെയാ, പൂജാമുറിയിലെ ബിംബത്തെ അല്ല. അത് മുസ്ലിങ്ങൾ കണി കാണൂലല്ലോ. ഒരു ബിംബത്തെ അല്ല നിങ്ങൾ ഇന്ന് കണി കണ്ടതാ. വീട്ടിന്റെ മൂലൊക്കെ പ്രദക്ഷിച്ചിരിക്കുന്നത് ആ ബിംബം. അതാണ് ഫസ്റ്റ് കണി. യൂറോപ്യൻ ക്ലോസറ്റ്. അതിന്റെ മുമ്പിൽ നമസ്കരിച്ചിട്ട് മാത്രമേ വാതിൽ തുറക്കൂ അല്ലേ. പ്രകാശം കണി കാണൂ. വീട് പുഞ്ചിരിക്കുക, വാതിൽ തുറക്കുക, നിങ്ങൾ പുഞ്ചിരിക്കുക. രണ്ടാമത്തത് എസ് കഴിഞ്ഞ ഓപ്പൺ ഹേർഡ്, ഹൃദയം തുറന്ന് വർത്തമാനം പറയാ. ഹൃദയം തുറന്ന് വർത്തമാനം പറയാ. വട്ടത്തിലിരിക്ക്. മക്കള് പറയുന്നത് കേൾക്കാൻ തയ്യാറാവും. അങ്ങോട്ട് പറ. എന്താ പറഞ്ഞാല് നെഗറ്റീവ് അല്ല. അതാരാ റോഡുമല പോന്ന്? അത് കോലട്ടണ മഹാവൃത്തിയട്ടോനാ. പിന്നെ ആരാ? ബഷീർ. തീരെ പോക്ക. പഞ്ചായത്ത് മെമ്പർ ഒരു ചുക്കിനും കൊള്ളൂല. പഞ്ചായത്ത് പ്രസിഡന്റ് ദാമോദരൻ മാഷ അയ്യോ. MLA അയ്യ മഹാപോക്ക്. മന്ത്രിമാരെല്ലാം ഭക്ഷണന്മാർ. മുഖ്യമന്ത്രി ഭീകരൻ. പ്രധാനമന്ത്രി അയിലും ഭീകരൻ. എല്ലാവരും മോശ. ഒരാളെ ഉള്ളു ലോകത്ത് നല്ല. അതാരാ? ഞാൻ മാത്രം. ഈ ചർച്ചകളാണ്, നെഗറ്റീവ് ചർച്ചകളാണ് നമ്മുടെ വീട്ടിൽ. നല്ലത് പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. സുഗതകുമാരി ടീച്ചറുടെ വരിയ മനസ്സിലായോ? പൂന്തോട്ടങ്ങളെ കാട്ടിക്കൊടുക്കണ്ടേ? അതാ. അതുകൊണ്ട് ഹൃദയം തുറക്കൂ. അതുകൊണ്ട് മുന്നോട്ട് കുനിയൂ. താഴ് കുട്ടികളിലേക്ക്. ഫോർവേഡ് ലീൻ. അടുത്തത് ടച്ച്. അവരെ ചേർത്ത് പിടിക്ക്. അവരുടെ ത്വക്കിൽ സ്പർശിക്ക്. അവരുടെ പുറത്ത് മാന്തി കൊടുക്ക്. അവരെ കെട്ടിപ്പിടിക്ക്. മുത്തം കൊടുക്ക്. ദാമോദരൻ മാഷ് അധ്യക്ഷ പ്രസംഗത്ത് പറഞ്ഞില്ലേ, കെട്ടിപ്പിടിക്കും. വാത്സല്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വാത്സല്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ധരിച്ചത് കിൻഡർ ജോയി, ഡയറി മിൽക്ക്, അൽഫാമെല്ലാം കൊണ്ട് കൊടുക്കലാന്ന്. അല്ല, വത്സം നെഞ്ചാണ്. നെഞ്ചോട് ചേർത്ത് പിടിക്കലാണ് വാത്സല്യം. മനസ്സിലായോ? ചേർത്ത് പിടിക്ക്. വലിയ മക്കളാണെങ്കിലും ചേർത്ത് പിടിക്ക്. അവരുടെ അടുത്ത് പോയി ഇരിക്ക്. രാവിലെ കൈ മേലെ വെച്ചിട്ടേ വിളിച്ചുണർത്താവൂ കുട്ടികളെ. ദൂരെ നിന്ന് അട്ടഹസിക്കല്ല. അതാ. മക്കളെ തൊട്ടാ പോരാ, നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾ തൊടണം. ഇനി ഭാര്യയും ഭർത്താവും തൊടണം. ഭാര്യയും ഭർത്താവും ടച്ച് ഉണ്ടോ? ഇരുട്ടത്ത് തൊട്ടാ പോരാ, വെളിച്ചത്ത് തൊടണം. അച്ഛനും അമ്മയും അടുത്തിരുന്ന് കൈകൾ കോർത്തിരുന്ന് വർത്തമാനം പറയുന്ന കാണുന്ന ഒരു കുട്ടിയും ലഹരിയുടെ അടിമയാവില്ല, ഞാൻ ഉറപ്പ് പറയാം. അടുത്തിരിക്കേ, തമാശകൾ പറയൂ. പ്രേമം എന്ന് പറയുന്നത് കല്യാണം വരെയുള്ള തരികട പരിപാടിയല്ല. കല്യാണം മരണം വരെ പ്രേമിക്ക്. മരണം വരെ പ്രേമിക്ക്. വൈലോപ്പള്ളി ശ്രീധരമേനന്റെ ഊഞ്ഞാൽ എന്നൊരു കവിത ചൊല്ലി.
ഭാര്യയും ഭർത്താവും അടുത്തിരുന്നിട്ട്. മരിക്കാൻ ആസ്പത്രി കിടക്കുമ്പോ ഈ പഴങ്കൂട് ഒരു ചുമക്കടി ഇടറി വീഴാമെന്ന് പറയുമ്പോ കക്കാട് നീ എൻ അണിയത്ത് ചേർന്നു നിൽക്കൂ സഖീ, നമുക്ക് ഈ ആർദ്രയാം ആതിരയെ കൈകൾ നീട്ടി വരവേൽക്കാമെന്ന് പറഞ്ഞ കവിത സഫലം ഈ യാത്ര എന്ന കവിത ചൊല്ല്. പ്രേമിക്ക്. ഇത് കല്യാണം വരെ 100 പ്രാവശ്യം ഐ ലവ് യു വാട്സപ്പിലേക്കും. കല്യാണം കഴിഞ്ഞാൽ ഒരു തവണ ഐ ലവ് യു ഐ ലൈക്ക് യു എന്ന് പറയോ? ഇല്ല. രാത്രി കിടക്കുമ്പോൾ ഒരു ഗുഡ് നൈറ്റ് പറയോ? രാവിലെ ഒരു ഗുഡ് മോർണിംഗ് പറയോ? അതൊന്നും നമുക്ക് പറഞ്ഞല്ലോ. രാത്രി കിടക്കുമ്പോൾ ഒരിയാന എല്ലാം പാത്രമെല്ലാം കൈവച്ച് എല്ലാം ബാതെല്ലാം പൂട്ടി എല്ലാം വന്ന് കിടന്ന് ഉറക്കങ്ങനെ പറ്റുമ്പോൾ ചോദിക്കുക കോയിനെ കൂട്ടീനാ? ഗുഡ് നൈറ്റ് അല്ല, കോയിനെ കൂട്ടീനാ. കോയിനെ കൂട്ടിയിട്ടായിരിക്കും വന്ന് കിടന്നത്. പക്ഷേ ചോദിച്ചാ പിന്നെ ചെന്നോക്കാണ്ട് സമാധാനമില്ല, ഉറക്കം വരില്ല. അപ്പോൾ കോയിനെ കൂട്ടി വന്ന് കിടന്ന് പിന്നെ ഉറക്കം വരുമ്പോൾ ബാല് കൂട്ടീനാ പിന്നെയായി. ഇതാണ് നമ്മളെ വൃത്തികെട്ട സ്വഭാവം. മനസ്സിലായോ? ഒരു ഗുഡ് നൈറ്റ് എല്ലാം പറയാ, ഒന്ന് പ്രേമിക്ക്, ഹൃദയത്തിൽ തൊടു, നമ്മുടെ കുടുംബങ്ങൾ ആർദ്രമാവും. ടച്ച്. SOFT യിലെ ഈ ഐ കോണ്ടാക്ട്. കണ്ണിൽ നോക്കി സംസാരിക്കും. കണ്ണിൽ നോക്കി സംസാരിക്കും. കണ്ണാണ് വ്യക്തിത്വം, പ്രതീക്ഷ, ആർദ്രത. ആ കണ്ണിൻ്റെ പേഴ്സണാലിറ്റി, പ്രകാശത്തെ പരസ്പരം കാണും. വർത്തമാനം പറയും. മക്കളുടെ കണ്ണിൽ നോക്കിയിട്ട് എത്ര കാലങ്ങൾ ആലോചിക്കട്ടെ. അവരുടെ കണ്ണിൽ നോക്കി വർത്തമാനം പറ. വർത്തമാനം പറയുമ്പോൾ മൊബൈലും TV-യും കയ്യിൽ വെക്കരുത്. TV തുറന്ന് വെക്കരുത്, മൊബൈൽ കയ്യിൽ വെക്കരുത്. അത് ദൂരെ കൊണ്ടുവച്ചിട്ടേ വർത്തമാനം പറയാം. SOFT യിലെ അടുത്ത N നോഡിങ്. നിങ്ങളുടെ വീട് ഡെമോക്രാറ്റിക് ആവണം. നിങ്ങളുടെ വീട് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഗ്രാമസഭയും പഞ്ചായത്ത് മെമ്പറേയും MLA-യും MP-യും തിരഞ്ഞെടുക്കുന്നതല്ല, മനുഷ്യനും ഒത്തുചേരാനുള്ള രസതന്ത്രമാണ് ഡെമോക്രസി. വീട്ടിൽ ഡെമോക്രസി ഉണ്ടോ? സഭ കൂടണം. എല്ലാവരും എപ്പോഴാ വീട്ടിലെത്തുക? അല്ല ഒന്നിച്ചിരിക്കുക. ഈ ലഹരിയെ പറ്റിയും ലോകകാര്യങ്ങളെ പറ്റിയും ഒന്ന് ചർച്ച ചെയ്തൂടെ? ഇന്നിവിടെ പറഞ്ഞെല്ലാം നിങ്ങളുടെ കുട്ടികളിൽ എത്തിക്കേണ്ടത് നിങ്ങളാണ്. ഒന്ന് പരസ്പരം സ്നേഹിച്ചൂടെ? വർത്തമാനം പറയാ, കണ്ണ് തുറക്കും. ഒന്ന് നോഡിങ് എന്ന് പറഞ്ഞാൽ മക്കള് പറഞ്ഞത് കേട്ടിട്ട് തല കുലിക്കണം. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മാത്രം ഇവിടെ ശരി, നിങ്ങളൊന്നും പറയണ്ട എന്ന ഏകാധിപത്യമാണ് നമ്മുടെ കുട്ടികളെ കുടുംബത്തിന്റെ ആർദ്രതയിൽ നകറ്റുന്നത്. അവര് പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് 2 ചെവിയുണ്ട്. നിങ്ങൾക്ക് അവരോട് പറയാൻ ഒരു നാവേ ഉള്ളൂ എന്ന് ഓർത്താ മതി. പറയുന്നതിൻ്റെ ഇരട്ടി കേൾക്കണമെന്നാ പ്രകൃതി നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് തല കുലുക്കുക. അപ്പോൾ സോഫ്റ്റനായില്ലേ? പുഞ്ചിരിക്കുക, ഹൃദയം തുറക്കുക, മുന്നോട്ട് കുനിയുക, തൊടുക, കണ്ണിൽ നോക്കുക, തല കുലുക്കുക. SOFTEN. സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. നിങ്ങളുടെ വീട് സ്വപ്നങ്ങൾ അലങ്കരിക്കും. നമ്മുടെ വീടു കണ്ട് സ്വർഗം നാണിക്കുന്നു എന്ന പാട്ടില്ലേ? ആ സ്വർഗം നാണിക്കുന്ന വീടും സ്നേഹവും കവിതയും പാട്ടും ജീവിതവുമാണ് ലഹരി. ജീവിതമാണ് ലഹരി എന്ന ബോധ്യം നമ്മുടെ കുട്ടികൾക്കുണ്ടാക്കണം. ജീവിതത്തെ പ്രേമിക്കാൻ വരെ പഠിപ്പിക്കും. ജീവിതത്തെ ചേർത്ത് പിടിക്കുക. അല്ലാത്ത മറ്റു ലഹരിയെല്ലാം ചെറുതാണ്, അത് ആപത്തിലേക്ക് പോകും. പിന്നെ കുട്ടികൾക്കൊരു സ്വഭാവമുണ്ട്, കൂട്ടുകൂടിയിട്ട് എപ്പോഴും വെള്ളടിക്കണ്ട. അതിന് ഇഷ്ടം പോലെ ആളുടെ വാങ്ങിക്കൊടുക്കാൻ, ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ. ഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട്, ദി ഫസ്റ്റ് പെഗ് ഈസ് ദി മോസ്റ്റ് ഡേഞ്ചറസ് പെഗ്. ആദ്യത്തെ പെഗ് ഉണ്ടല്ലോ, ഒരിക്കേ കുടിക്കൂ, പിന്നെ കുടിക്കൂല എന്ന് പറഞ്ഞാൽ നിർത്താനാവില്ല. അതാണ് ഏറ്റവും ആപത്ത്. അതുകൊണ്ട് കുട്ടികളോട് പറയുക, ആദ്യത്തെ പെഗ് കമ്പനി കുടിക്കോ, എന്തും കുടിക്കോ, പക്ഷേ ആദ്യം കുടിക്കുന്ന പെഗ് കുടിക്കരുത്. ആദ്യത്തെ കുടിക്കാണ്ട് രണ്ടാമത്തെ ആദ്യം കുടിക്കാനാവില്ലല്ലോ. അത് ഒഴിവാക്കാൻ പറയണം. ദി ഫസ്റ്റ് പഫ് ഈസ് ദി മോസ്റ്റ് ഡേഞ്ചറസ് പഫ്. മനസ്സിലായില്ലേ? ആദ്യത്തെ പുകയും ആദ്യത്തെ പെഗും ഒഴിവാക്കാൻ കുട്ടികളോട് പറയാം. അതിൽ പ്രവേശിക്കരുത്. അതിൽ വാതിൽ തുറന്നകത്ത് കയറിയാൽ അത് വാൾവ് പോലെയാ. നമ്മുടെ മോട്ടറില്ലേ, വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടറിന്റെ വാൾവ് കണ്ടിട്ടുണ്ടോ? അടിയിൽ കിണറ്റിലുള്ള വാൾവ്. മേലോട്ട് വെള്ളം കയറും, പിന്നെ താഴോട്ട് പോകില്ല, അപ്പടാടെ അടിയും. അതുപോലെയാണ് മദ്യപാനം. ലഹരിയിലേക്ക് കയറിയ പിന്നെ അതിൽ നിന്ന് പുറത്ത് കടക്കൽ എളുപ്പമല്ല. അതിന് ഒരുപാട് കഷ്ടപ്പാട്. ഒരാവേശത്തിന് കിണറ്റ് തുള്ളിയാൽ വേറൊരാവേശത്തിന് കിണറ്റിന്ന് കയറാനാവില്ല എന്നൊരു നാടൻ ചൊല്ലില്ലേ? അതുപോലെയാണ് കിണറ്റ് തുള്ളിയ പോലെയാ. ഇതിൽ നിന്ന് പിന്നെ രക്ഷപ്പെടുക പ്രയാസമായിരിക്കും. പിന്നെ അതിൽ നിന്ന് തന്നെ വെള്ളം കുടിച്ച്. അതുകൊണ്ട് നമ്മുടെ വീടുകൾ ഈ ഇടക്ക് പെഗടിക്കുന്ന മാന്യന്മാർ, നിങ്ങളാണ് പ്രതികൾ.
റോഡ് വെള്ളടിച്ച് തിരയുന്നവൻ അവൻ തെരഞ്ഞോട്ടെ, അവനെ കണ്ടിട്ട് ഒരു കുട്ടിയും വെള്ളടിയിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് നമ്മുടെ കുടുംബം നമ്മളെ കൊട ചൂടുക. മനസ്സിലായോ? മദ്യമിക ലഹരിയല്ല ഇങ്ങനെ വരും. നമുക്ക് ആകാശത്ത് പന്തലിട്ടിട്ട് മഴയെ തടയാനാവില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ പറ്റാതിരിക്കാൻ കൊട ചൂടുക. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ ഹരിത കർമ്മസേനയുടെയും ശുചിത്വ സമിതിയുടെയും എന്തു ആവാന്നാണോ? അല്ല, ഇത് നിരന്തരം ശ്രദ്ധിച്ചില്ലേ വലിയ ആപത്താണ്. അത്തരത്തിൽ ഈ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിന്റെ 2 വാർഡാ, 2ാം വാർഡ്, 8ാം വാർഡ് ശുചിത്വ വാർഡായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്ത ആളുകളെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.